ആദ്യമേ തന്നെ നമ്മൾ സ്ലീവിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നെറ്റ് ക്ലോത്തിൻ്റെ അരികും മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. കട്ടിങ് വീഡിയോസ് കാണാത്തവർ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചാനലിൽ കയറി കാണുക. ഇനി ഇതിനകത്ത് ചെറിയ, അതായത് 2 ഇഞ്ച് വീതിയിൽ ഞാൻ ക്ലോത്ത്, അതായത് നെറ്റ് ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചുരുക്കോട് കൂടി സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള, അതായത് നെക്കിനും മറ്റും എല്ലാം വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണിത്. ട്രെൻഡി ആയിട്ട് നിൽക്കുന്നൊരു ഡിസൈനാണ്. നല്ല ഭംഗിയോടുകൂടി കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണിത്. ചെറിയ ചുരുക്കുകളോടുകൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, സ്ലീവ് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു ഡിസൈനാണ്. നെറ്റ് സ്ലീവിനൊക്കെ നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിനകത്ത് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈനൊന്നും കൊടുക്കേണ്ട, ഇതിനകത്ത് ഡിസൈൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി ഇതിനകത്ത് നല്ല വശവും ചേർത്ത് വെച്ച്, അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ നോച്ചുകൾ കൊടുക്കുന്നുണ്ട്. കാരണം അത് തിരിച്ചിടുമ്പോൾ ചെറിയ ചുളുക്കുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് ചെറുതായിട്ട് പതിച്ചടിക്കുന്നുണ്ട്. ഇതേപോലെ നീറ്റായിട്ട്, അതായത് നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചുളുക്കുകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും വരാതെ നമ്മുടെ ലൈനിങ്ങിനൊപ്പം തന്നെ നല്ല രീതിയിൽ പിടിച്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ബാക്ക് പാർട്ട്, അതായത് അതേപോലെ തന്നെ ബാക്ക് പാർട്ട് നെക്ക് കട്ട് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. നെറ്റ് പീസ് ഒരു സൈഡിൽ രണ്ട് സൈഡിലെ നെറ്റ് പീസും ഒരു സൈഡിൽ 2 പീസിൻ്റെയും ലൈനിങ്ങും വരത്തക്ക രീതിയിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. കണ്ടില്ലേ, നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ നെക്കിൻ്റെ അരികു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച്, നെറ്റ് ക്ലോത്തും അതായത് ലൈനിങ് കൂടെ ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു കോട്ടൺ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ, അതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫിനിഷ് നമുക്ക് കിട്ടത്തില്ല. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഫ്രണ്ട് പീസ്, അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുഴിച്ച് വെട്ടുന്ന ആ റേഞ്ചകത്തോട്ടിട്ട് കുഴിച്ച് വെട്ടത്തില്ലേ, ആ ഫ്രണ്ട് പീസും ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പീസും അതിനകത്ത് നമ്മൾ അരയിഞ്ച് അകത്തോട്ടിട്ട് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അന്നേരം ആ 2 പീസ് ഫസ്റ്റിലെ അറ്റാച്ച് ചെയ്യുക, അതിനുശേഷം ബാക്ക് പാർട്ട് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ 2 സൈഡിൽ നമ്മൾ ഇതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. നല്ല നീറ്റായിട്ട് കിട്ടുന്ന ഒരു സ്ലീവാണിത്. നല്ല ഭംഗിയോടുകൂടി കിട്ടുന്നൊരു സ്ലീവാണിത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നേ യോജിക്കുന്ന ഒരു സ്ലീവാണിത്. ഇനി നമ്മുടെ ബോഡി പാർട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സ്ലീവിൻ്റെ കൈവണ്ണം, ചെസ്റ്റ്, ഇതെല്ലാം നമ്മൾ മെഷർമെൻറ്റ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് പിൻ ചെയ്തൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലോത്ത് മാറിപ്പോവുകയൊക്കെ ചെയ്യും. ഇനി ഇതിൻ്റെ സ്കേർട്ടാണ്, ഹാഫ് സ്റ്റിച്ചഡാണ്. ഇതിൻ്റെ സൈഡ് മാത്രം നമുക്ക് ക്ലോസ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.